ഹലോ, അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ. പുൽക്കൂട് ആദ്യം ഉണ്ടാക്കിയത് കൊള്ളി വെച്ചാണ്. കൊള്ളി വെച്ചത് പാളിയിട്ടാണ് പിന്നെ നമ്മൾ കാർബോർഡും ചട്ട എടുത്തിരുന്നപ്പോഴോ ഒരു കഷ്ണം പോലെ ഇവിടെ എടുക്കാനില്ല എന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചേച്ചിൻ്റെ അടുത്ത് നിന്ന് വാങ്ങി. അത് കഴിഞ്ഞ് നോക്കുമ്പോഴോ ടാപ്പില്ല. അങ്ങനെ അപ്പയ്ക്ക് വെച്ച് അച്ഛനെ പറഞ്ഞു. അങ്ങനെ ടാപ്പ് കിട്ടി എന്താട്ടാനാന്ന് പക്ഷേ ഒട്ടിക്കാൻ പറ്റുമോ? അപ്പം കടക്കാരൻ പറഞ്ഞ ടാപ്പാണ്. അങ്ങനെ ടാപ്പ് വെച്ചുള്ള ഫുൾ ഐഡിയ അമ്മേൻ്റെ അടുത്താട്ടോ. അമ്മയാണ് ഇതിൻ്റെ മെയിൻ ഐഡിയാസ് ആയിട്ട് ഇറങ്ങിയത്. നമ്മളെന്ത് പുൽക്കൂട് ഉണ്ടാക്കാറുണ്ട് ചാടി വീണത് ഞാനും. പിന്നെയാണെങ്കിൽ എല്ലാ വർഷത്തെ പോലെ നമ്മളെ അടുത്ത് നടന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ എല്ലാ പ്രാവശ്യം ഏട്ടനാണ് നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കാറ്. ഞാനൊന്നും അറിയാറില്ല. പുൽക്കൂടിൻ്റെ പരിപാടിക്ക് ഏട്ടനാണ് മെയിൻ. ഇപ്രാവശ്യം ഏട്ടനില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം എനിക്ക് മനസ്സിലായി. കാരണം ഇതിൻ്റെ കഷ്ടപ്പാടെന്താ അത് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ശരിക്കും അത് കാണുമ്പോൾ ഇതൊക്കെ എന്ത് സിമ്പിള്, പക്ഷേ അത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റിസ്ക് അറിയുള്ളൂ. അപ്പോൾ എല്ലാവരോടും പറയാമല്ലോ, ഈ കാർബോർഡ് വാങ്ങുക, ഇതുപോലെ ടാപ്പ് ഒട്ടിക്കുക, അതിൽ കുറച്ച് പുല്ലാണ്ട് പതിക്കുക. അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെയും പുൽക്കൂട് ഉണ്ടാക്കട്ടോ. ചിലപ്പോൾ ഞാൻ ചെയ്യാതെ കൂടാതെ വേറെ ആളുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇതിനും വലിയ സിമ്പിളായിട്ട്. നമ്മളല്ല അമ്മയുടെ ഐഡിയയിൽ പറഞ്ഞിട്ടത്. അപ്പോൾ അതാണ് നമ്മൾ. പിന്നെന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഓണം, വിഷു, ക്രിസ്മസ് ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഇങ്ങനെ ഇനി ദീപാവലി, ഹോളി എല്ലാതും എന്നെ സംബന്ധിച്ച് ഫുള്ള് എന്താണ് എപ്പോഴും സന്തോഷിച്ചിരിക്കാൻ എനിക്ക് ഇഷ്ടം. ഫുള്ളിങ്ങനെ അടിച്ചു പൊളിച്ച ലൈഫ്. അത് പണ്ടേ ഞാൻ അങ്ങനെ തന്നെ, എൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെ. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ അങ്ങോട്ട് ആക്കി മാറ്റി. കുഞ്ഞാപ്പി എന്താ അവിടെ വന്ന് നിൽക്കണമെന്നറിയോ? അതിപ്പോൾ മൂപ്പരുടെ കയ്യിൽ കിട്ടണം. അത് കിട്ടിയിട്ട് മൂപ്പർക്ക് ക്യാമറയുടെ മുന്നിലൊന്ന് കൊടുന്ന് കാണിച്ച് ഷൈൻ ചെയ്യണം. അതാണിപ്പോൾ ആവശ്യം. ഞാനത് അങ്ങനെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ തല തിരിച്ച് കാണിക്കുന്നത് പറഞ്ഞ് എൻ്റെ ബാക്ക് ഒട്ടിച്ചതും കൂടെ കണ്ടോട്ടിച്ചിട്ട്. പക്ഷെ ആള് അതൊന്നും കേൾക്കാതെ ആ മട്ടത്തിൽ തന്നെ നിന്ന് കാണിക്കട്ടോ. ഉണ്ടാക്കിയത് വേറെ ആൾ, ക്രെഡിറ്റ് വേറെ ആൾക്ക് തരുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഞാനമ്മയത് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. ഇനി അത് കാണിച്ച് ലാസ്റ്റ് ഇല്ലാതാക്കുമെന്നൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനിപ്പോൾ നമുക്ക് 2-3 വർഷം ഉപയോഗിക്കാം. അങ്ങനെ തന്നെ എടുത്ത് വെച്ചാൽ അല്ലെങ്കിൽ എന്താണ് ഇത് ഉണ്ടാക്കാൻ നടക്കുമ്പോൾ അതിന് വലിയ ഭ്രാന്തി വരും. കാരണം ഏത് സമയത്ത് ഉണ്ടാക്കാൻ നടക്കണ്ടേ. പുല്ല് പറഞ്ഞാൽ നമ്മളെ പാടത്തെ പുല്ല് ഉണങ്ങിയത് കുറേ ഉണ്ട് കിട്ടുമെന്ന്. പുല്ലൊക്കെ കൊടുന്ന് സഹായിച്ചത് ആനാട്ടാ. അത് ഞാൻ അറിയേണ്ടതെന്നില്ല. പിന്നെ മണ്ണ് നിറച്ചതല്ല കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. നമ്മൾ അതിലൊക്കെ ചെടി നട്ടായിരുന്നു. ആ ചെടിയൊക്കെ പറിച്ചിട്ടിപ്പോൾ 4 കാലുള്ള സ്റ്റൂളിനെ 2 കാലിലാണ് നിർത്തിയിരിക്കുന്നത്. പിന്നെ ആ പട്ടിക പോലെയൊക്കെ നിർത്തി വെച്ചിരിക്കുന്നതൊക്കെ അതൊക്കെ പഴയ ഒരു കലകളുണ്ട്. അതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു മറ്റേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വലിയ സെറ്റപ്പിലുള്ള ഇല്ലേ. അതിനിടയിൽ എൻ്റെ ക്യാമറാമാൻ കുഞ്ഞാപ്പി കേട്ടോ. അപ്പോൾ പിന്നെ കുഞ്ഞച്ചനും അച്ഛനെയും കൂടെ സ്റ്റാർ തൂക്കണ കലാപരിപാടി എല്ലാവരും കൂടെ ഒരുമിച്ച് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമായിട്ടോ. എന്തൊരു കാര്യമുണ്ട് നമ്മൾ എല്ലാവരും. അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.